അമ്മേ എടേ ഏച്ചു പോയി നീ മഹിപ്പോയിന് നേരത്തെ പോയിനാ ഒട്ടകല്ലോടെ വെച്ച് അതെയാ ഓ ഇത് ഒരു മുണ്ടാണ് എന്നാ വേണ്ടോളെ ഒന്നും വേണ്ട അമ്മയെ കാണാലോ നീ അപ്പൊ മുണ്ടലൂടെ ഉണ്ട് മോളെ. ആ എന്തായിക്കോട്ട് ഞാൻ ഒരു സെറ്റ് മുണ്ട് വാങ്ങിയതാ. എന്താ ഇപ്പൊ കൊണ്ടേ ഓണാകാനായില്ലേ എന്നിട്ട് വാങ്ങിയതാ. എന്നാ പിന്നെ എന്നാ പിന്നെ നേരത്തെ പോയിനാ ഏച്ചു വന്നിനാ ഏച്ചു വന്നിനാ പിന്നെ ഞാൻ വന്നത് ആ രണ്ടു മൂന്ന് കണ്ടൂല്ലേ കണ്ടോ അത് അനക്ക് എഴുതി തരണം കേട്ടാ. ചോദിക്കട്ടോട് എല്ലാവർക്കും കൊടുത്തിട്ടില്ലേ എല്ലാം അനക്കത് തന്നിനാ അനക്കത് തന്നിനാ എല്ലാവർക്കും കൊടുത്തിട്ടില്ലേന്ന്. നമ്മളെ വീട്ടിന് ഒന്നും കൊടുക്കാനൊന്നുമില്ലപ്പാ. എന്നാലും അവര് രണ്ട് കണ്ടല്ലോ ഒന്ന് നെറ്റും പോയിട്ട് കഴിഞ്ഞു. അങ്ങനെ കൊടുക്കാൻ അവരോട് ചോദിക്കാനുള്ളത് അങ്ങനെയാണ്. അവരുടെ ഇവിടെ നോക്കുന്നത് നോക്കുന്ന പറഞ്ഞിട്ട് എന്നാ വേണ്ടേ? ആർക്കാ കൊട്ടിന് ആർക്കും കൊട്ടിനൊന്നുമില്ല. ഞാൻ എന്നാലും ഏച്ചോട് പറയൊന്നും വേണ്ട. ഏച്ചു എന്റെ അമ്മ പറയൊന്നും വേണ്ട. അല്ലേ തന്നെ എന്റെ തമിശാന്ന്. ഞാൻ അമ്മ ആടിയുണ്ട് ചാടത്തേക്ക് പോകുമ്പോഴത്തേക്ക് ഏച്ചു പോയിട്ട് ആടെ നിങ്ങളെ കൂട്ടിക്കൊണ്ടു. വീടെ വരുമ്പോഴത്തേക്ക് ആളെ കൂട്ടിക്കൊണ്ടുപോയി. അപ്പൊ അവര് രണ്ടാളും ഒത്തു കളിയാന്ന്. അത് ശരി. ഞാൻ ഈ സംഭവം ഒന്നും അറിയുന്നില്ല അവര് വിചാരോ. അവർക്ക് നീ അപ്പോഴത്തെ ആരോഗ്യനോട് പറഞ്ഞു തന്നില്ല. പറഞ്ഞു തന്നെ എനിക്കറിയാം. അതുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുന്നത് എനിക്ക് മനസ്സിലായി. നോക്കാം. പറയൊന്നും വേണ്ട. പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊയ്യ അത് കൊയ്പാവില്ലേ? അതുകൊണ്ടൊന്നും പറയൊന്നും വേണ്ട. ചേച്ചിയില്ലേ മൈ പോയിന്ന് പറഞ്ഞേ? ഞാൻ മൈ പോയിട്ട് ചെരുപ്പ് കേട്ട് ചാടാൻ പറ്റതാ. നീ എന്നെ വന്നിന് നടക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ നല്ല മിണ്ടാണ്ട് വന്നത്. ഒന്നും പറഞ്ഞ ഞാൻ അമ്മയോട് വിഷയം ചോദിക്കലാന്ന്. മിഞ്ഞാന്നല്ലേ വന്നിനെ? മിഞ്ഞാൻ അമ്മ ചേച്ചിനെ എടുക്കാൻ അങ്ങ് പോയി എവിടെ വന്നിട്ട് ഇത്രക്ക് ഓർമ്മയുണ്ടേനാ? കാണാൻ ഓർമ്മയായിട്ട് വന്നല്ലേ? എന്നിട്ട് അവര് ബിസ്ക്കറ്റിന്റെ കഷ്ണം വാങ്ങിട്ട് വരില്ല. എന്നാ വാങ്ങിട്ട് വന്നിന് അമ്മക്ക്? ബിസ്ക്കറ്റ് ഒന്നും വാങ്ങിയില്ല. നമുക്കൊരു സെറ്റ് മുണ്ടാവും സോണല്ലേ വരുന്നത്. ഓ മുണ്ട് വാങ്ങിട്ടാ? അതെയാ? ഓ എന്നാ നല്ല കോളും കൊണ്ടാ വന്നിനല്ലേ? കാര്യം നല്ല നല്ല എന്തെങ്കിലും മുണ്ടാടി എടുക്കാനറിയാല്ലേ? പിന്നെ എടുക്കാനറിയാണ്ടെന്നാ? അല്ല ഇല്ലാത്തൊരു എന്തെങ്കിലും ഉണ്ടാവോ? ഇല്ലാണ്ടങ്ങനെ കൊണ്ടിരില്ല നമുക്ക്. എത്ര ഓണം ഉണ്ടോ അമ്മ? എന്നാ അഞ്ചോളിപ്പം കൊടുക്കാൻ കഴിയാ? എന്നാലും ഓരോ ഓണവും വിഷുവിനും കൊടുത്താ പോലെ കൊണ്ടു കൊടുക്കൊന്നും വേണ്ട. വന്നാ മതി. വിരലില്ല അന്ന് വന്നിട്ട് അമ്മ അങ്ങാന്നിട്ട് അങ്ങ് പോയി. ആടെ പോകുമ്പോ ഈടിയാ ഉള്ളത്. ഇപ്പൊ ഞാൻ മനസ്സിലായില്ല. ഞാൻ കുറച്ച് സമയം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ പോലെ തന്നെ ഞാൻ എഴുതി മേടിക്കൂലേ? ഇപ്പൊ എഴുതി വാങ്ങേണ്ട കാര്യം ഒന്നല്ല പറഞ്ഞേ. അമ്മയോട് മറ്റുള്ള വിഷയങ്ങളല്ലാന്ന് ചോദിക്കുന്നു. എന്നാ എഴുതി വാങ്ങേണ്ട എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞേ. പറയണ്ടേന്ന് പറഞ്ഞതെന്നാ? ചേച്ചിയോട് പറയണ്ടേന്ന്? ചേച്ചിയോട് പറയണ്ടേന്ന് അത് ഞാൻ അങ്ങ് പോയത് ആടെ പോയത് അറിയണ്ട വെച്ചിട്ട് പറഞ്ഞാണ്. പറ്റില്ല. കുഴപ്പമൊന്നും നോക്കണ്ട. എന്താ മോള് വരുമ്പോഴത്തേക്കില് ഇപ്പൊ അന്ന വേണ്ട. ഇപ്പൊ സ്നേഹം നിന്നോടായി. കൊണ്ടുള്ള പറഞ്ഞിട്ട് കൂട്ടൊന്നും കൊണ്ട മുണ്ട് കാണുമ്പോഴത്തേക്ക് അമ്മ എല്ലാം മറന്നു. അന്നെയല്ല ഇപ്പൊ ഒന്നും ഓർമ്മ വരില്ല. നാളെ വരാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാരും വരണം നാളെ. എന്നാ നാളെ എന്നാ ഒരാഴ്ച കാര്യം കൊണ്ട് പറയാ. എല്ലാരും വന്നിട്ട് ഓളോടും പറഞ്ഞിട്ടുണ്ട്, ഏട്ടനോടും പറഞ്ഞിട്ടുണ്ട്. എന്നാന്ന് കാര്യം വന്നിട്ട് ഞാൻ പറയാ. ഇപ്പഴേ പറഞ്ഞിട്ട് പിന്നെ ഇതാക്കണം. ഇപ്പൊ നീ എനിക്ക് ആടെ വീട്ടിൽ പോയിട്ട് അവന്റെ അടിയും കുത്തും മണിക്കാൻ അല്ല ഏതായാലും മുണ്ട് വാങ്ങിക്കൊണ്ടെന്നില്ല. മുണ്ടെല്ലാം വാങ്ങിക്കൊണ്ടില്ല. സന്തോഷത്തോടെ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം വെക്കട്ട് വീരോ. നമ്മളെന്തിനാണ് ഇങ്ങനെ ദേഷ്യാവുന്നത്? നമ്മള് ദേഷ്യാവുന്നു എന്തിനാണ്? ഓൻ്റെത് കേട്ടിട്ടല്ലേ നീ ഇങ്ങനെ പറയുന്നേ? ഞാൻ എന്നോട് അങ്ങനെ പറയുന്നില്ലേ? എനിക്ക് എനിക്ക് പോയി മണിക്കൂർ എന്നെ പറയുന്നേ. ഞാനെന്താ വേണ്ടത്? അത് അനക്ക് തിരിയുന്നുണ്ടേ. നീ വെറും പാവം. നമ്മളെല്ലാരും കൂട്ടത്തില് നീയാണ് പാവം. പക്ഷെ തരൂല. പിന്നെ അനക്ക് ചോദിക്കാൻ എടുക്കാൻ കഴിയാ? ഒന്നും വേണ്ട. നിന്നെ വേണ്ടുന്നല്ലോ കൂട്ടിട്ട് പോയി നിന്നാ. പിന്നെന്താന്ന് ഇപ്പൊ അങ്ങനെ പറഞ്ഞിട്ടല്ലേ ഇപ്പൊ അടി കഴിയുന്നു. രാവിലെ ആക്കി കുഴക്കട്ടെയാന്ന്.
കൊച്ചമ്മളോ ഇന്ന് ഇതാ ഞാൻ ഇപ്പൊ കൊച്ചാ ഞാൻ വന്നതല്ലേ പറഞ്ഞത് കറക്റ്റ് ക്ലാസ്സേ വേണം, അത് കറക്റ്റ് ക്ലാസ്സേ വേണം. പാല് വെക്കാത്തോണ്ടാ? അല്ല അയ്യോ പാൽ വെക്കാതെ എന്നാ എന്നാ പാൽ വെക്കാതെ കുടിക്കാതെയാ അത്രയും വേണം. അതാ കുടിക്കേ. അത്രയും അങ്ങനെ ചായ അല്ല നീ മിഞ്ഞാന്ന് പറഞ്ഞിട്ടില്ലേ എനിക്കൊരു പായസം വെക്കാൻ അരി തന്നിട്ടില്ലാന്ന്. ഞാൻ ആ അരിനെ കൊണ്ട് കുഴക്കട്ടേക്കുന്നത് 2 എണ്ണം തിന്ന്. കുറച്ച് ഓ അത് ഞാൻ അന്ന് പറഞ്ഞ ചേച്ചി എന്നെ പകരം വീട്ടില് എനിക്കതൊന്നും മനസ്സിലായില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. അതിലൊരു കാര്യം എല്ലാവർക്കും നമുക്ക് ഓരോരോ കണ്ടാക്കിയിട്ട് പണിയെടുക്കാം, അതാ നല്ലത് കേട്ടോ. അതിന്റെ കഷ്ടപ്പാട് എത്രയാന്നറിയാം. അനക്കറിയാം നീ ഒരു പാവാണെന്ന്. നമ്മളെ കൂട്ടത്തില് പാവം നീ തന്നെയാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഓൻ്റെ ഇത് കേട്ടിട്ട് നീ വന്നിട്ട് ഇവിടെ വന്നിട്ട് തുള്ളൂ. എന്നാ പിന്നെ അവിടെ പോയിട്ട് അവൻ പറയുമ്പോ ഏട്ടൻ വരുന്നുണ്ടെന്ന് പറയാം. അങ്ങനെ തീരുമാനിക്കാന്നാ പറഞ്ഞേ. നാളെ എല്ലാരോടും പോവാൻ പറഞ്ഞിട്ട് എന്തിനാന്നൊന്നും ഞാൻ അറിയില്ല. അങ്ങനെ പറഞ്ഞേ. പിന്നെ നിക്കാൻ പറ്റൂലാടാ. അങ്ങനെ പറഞ്ഞു. നീ എതിരാ ഇന്ന് പോയിന് നിന്നെ കൊണ്ട് ഒന്നും ആവൂലെന്ന് പറയാം. നീ പോയതല്ലാണ്ട് എനിക്ക് ഇതുവരെ ഗുണവും കിട്ടിയിട്ടൊന്നുമില്ലാന്ന് അല്ലേ? ആരാ നീ ഗുണം പറയലുമില്ല ദോഷവും പറയില്ല. ഇങ്ങനെ ഇനി വരുന്നല്ലാണ്ട് മതി മതി മതി. ഞാൻ ഇങ്ങനെ എപ്പം എവിടെയെങ്കിലും വെച്ച് ഞാൻ ബസ്സിന്നെല്ലാം കാണും. പഠിക്കെന്താ വേണ്ടത്? അവിടെ ഇനി ഒന്നും നിൽക്കണ്ട, നമുക്ക് എല്ലാവർക്കും മനസ്സപ്പരായിട്ട് നിൽക്കാം. നാളെ രാവിലെ ഇങ്ങ് ഭാവി ഓളോടും പറഞ്ഞിട്ടുണ്ട്. ഇപ്രാവശ്യം ഓണത്തിന് എല്ലാവർക്കും എവിടെയെങ്കിലും ഇതിൽ നിന്നിട്ട് ആക്കാം. ഞാൻ ഇത്രയും കൊല്ലായിട്ട് നോക്കിയാട്ടെ. ഇപ്പൊ അമ്മയുള്ള കാലല്ലേ നമുക്ക് ഇതാക്കാൻ കഴിയും. അത് ഓനോട് പറയൊന്നും വേണ്ട, അപ്പാടെ ഇനി ഇതാക്കും. അതുകൊണ്ട് ഇതാക്കിയിട്ട് ഓനോട് നല്ലതിന് പറഞ്ഞാ മതി. പറഞ്ഞാൽ കേൾക്കൂലും ചെയ്യില്ലേ? ആരെങ്കിലും ഉണ്ടാ കുത്തി കൊടുക്കുന്നത്. അതന്നെയാണ് അങ്ങനെയാണ്. എന്തെങ്കിലും കുത്തി കൊടുത്ത് അതും കേട്ടിട്ട് ഇങ്ങനെ നിൽക്കൂ. എന്നാ ഞാൻ പോവാ. ഇത് തിന്നോ? മതി. നാളെ ഏട്ടൻ വരൂലേ? ഏട്ടൻ വന്നിട്ട് നോക്കാം. എല്ലാവരും പറ്റി പറയാനാണെന്ന് പറയാൻ അറിയില്ല. കാണാതെ എന്നോട് പറഞ്ഞു രാവിലെ അവരോടെല്ലാം വരാൻ പറ എന്ന് പറഞ്ഞു. എന്നാ പിന്നെ അങ്ങനെ പിന്നെ ഞാൻ പോവാ. പറഞ്ഞ അവൻ ചോദിച്ചിട്ടാ മങ്ങട്ടാ. ഇനി കൽബിലൊന്നും നിൽക്കാൻ നിൽക്കണ്ട. ഇപ്പൊ വെറും പാവാണ്. എന്താ ഇപ്പൊ കരിഞ്ഞോണ്ടാ പോകുന്നത്.